ഹായ് ഡിയർ സുഗമോദേവി സീരിയലിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതിയുടെ അടുത്താണെങ്കിലും നമ്മുടെ ജഡ്ജി ആണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ വരുന്നുണ്ട്. നമ്മുടെ അരുന്ധതിയുടെ അടുത്ത് എന്തൊക്കെയോ ഒരു കള്ളത്തരം മനസ്സിലായതുകൊണ്ടാണ് ജഡ്ജി വീണ്ടും എത്തുന്നത് തന്നെ. അങ്ങനെ അരുന്ധതിയാണെങ്കിൽ ജഡ്ജിയുടെ ഓരോ വരവിലും ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ ഭയം തൻ്റെ മുഖത്ത് തെളിഞ്ഞാൽ ജഡ്ജി ഇത് കണ്ടുപിടിക്കുമെന്നും തൻ്റെ മകൻ ജയിലിലാവുമെന്നുള്ള കാര്യം അരുന്ധതിക്ക് ഉറപ്പായതുകൊണ്ട് തന്നെ അരുന്ധതിയാണെങ്കിൽ ജഡ്ജിയുടെ ഓരോ കാര്യങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ ജഡ്ജി പറയുന്ന പോലെ തന്നെ അത് കേട്ട് ശ്രദ്ധിച്ചാണ് നമ്മുടെ അരുന്ധതി മറുപടി കൊടുത്തിരുന്നത് തന്നെ. അതിനുശേഷം ജഡ്ജി ചോദിക്കുന്നുണ്ട്, ഇന്നലെ വീട്ടിൽ പോയായിരുന്നു പ്രഭാവതിയുടെ അല്ലേ? അവിടെ ചെന്നിട്ട് ഋഷിയെ കാണണമെന്നും ഋഷി മരിച്ചത് ആര് കാരണമാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ താൻ അങ്ങോട്ടേക്ക് പോയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും തനിക്ക് ഈ കേസിൽ നല്ലപോലെ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് തൻ്റെ മകനെ അന്വേഷിക്കാൻ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറയുമ്പോൾ അരുന്ധതി ആണെങ്കിൽ ഒന്ന് പരുകുന്നുണ്ട്. അയ്യോ സാറേ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് പരുങ്ങുമ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? എന്താ മകനെ കണ്ടുപിടിക്കണ്ടേ? ഇന്നലെയൊക്കെ ഭയങ്കര ആവേശമായിരുന്നല്ലോ, ഇന്ന് ആ ആവേശം അവിടെ പോയി എന്നൊക്കെ അരുന്ധതിയോട് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ആവേശങ്ങളൊന്നും എങ്ങോട്ടും പോയിട്ടില്ല സാറേ. അത് പിന്നെ ഞാൻ പറഞ്ഞതാണ്, മകനെ കാണാതിരുന്നിട്ടും ഇത്രയും കാലം ഞാൻ അവന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. അവൻ നഷ്ടമായപ്പോൾ എനിക്ക് ആ വേദന സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ ഇന്നലെ അവിടെ വരെ ഒന്ന് പോയത്. എനിക്കെന്തോ പ്രഭാവതിയുടെ മകൻ ഇതിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവിടെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തത്, അല്ലാതെ വേറൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഋഷി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഋഷിയാണെങ്കിൽ തൻ്റെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ജഡ്ജിയും അമ്മയായിട്ട് സംസാരിക്കുന്നതാണ് കാണുന്നത് തന്നെ. അപ്പോൾ ഋഷിയാണെങ്കിൽ ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട്, ഇനി എന്തായാലും ഒരു വരക്കം ഇങ്ങോട്ടുണ്ടാവില്ല. പോലീസ് ജീപ്പിൽ എന്തായാലും ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്നത് ഇനി എന്തായാലും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒരു നടപടിയും കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കുന്നുണ്ട്. കാരണം നന്ദൻ എന്തായാലും അവിടെ സമ്മതം പറഞ്ഞിട്ടുണ്ട് പോലീസിനോട് കുറ്റങ്ങളൊക്കെ ഏറ്റ് സമ്മതിക്കുക എന്ന്. അതുകൊണ്ട് തന്നെ പോലീസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയിക്കോളും. നിങ്ങളുടെ മകനെ കുഴിച്ചിട്ട സ്ഥലത്തൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നതുകൊണ്ട് തന്നെ സത്യം എന്താണെന്ന് നമുക്ക് അപ്പം തെളിയും. നിങ്ങളുടെ മകനെ നന്ദനാണോ ഇല്ലാതാക്കിയെന്നൊക്കെ നമുക്ക് അതുപോലെ വഴി അറിയാമെന്നൊക്കെ നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ഇസബെല്ലയെ വിളിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഋഷിയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്, എന്താ ചെയ്യേണ്ടത് ഇസബെല്ല? എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഐഡിയ മനസ്സിൽ തോന്നുന്നില്ല. അതിനുശേഷം നമ്മുടെ ഇസബെല്ലയും കെവിനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ കെവിനോട് നമ്മുടെ ഇസബെല്ല പറയുന്നുണ്ട്, ഋഷി വിളിച്ചിരുന്നു. ഋഷി ആദ്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. തൻ്റെ മനസ്സിൽ ഒരു ഐഡിയയും തോന്നില്ല, നമ്മളൊക്കെ കൊടുങ്ങാൻ വേണ്ടി പോവുകയാണെന്ന് ഋഷിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഋഷിക്ക് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ഇസബെല്ലയാണെങ്കിൽ ഇങ്ങനെ കെവിനോട് സംസാരിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നതല്ലേ നിങ്ങളോട് ഇതൊന്നും വേണ്ടാന്ന്. നിങ്ങൾ ആരും തന്നെ എൻ്റെ വാക്ക് കേട്ടില്ലല്ലോ. ഇപ്പം എനിക്ക് എന്തായാലും കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് ഒരു പെൺകുട്ടിയെ, അതും കൂടെ നിങ്ങളൊക്കെ കാരണം ഇല്ലാതാക്കിയല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഇസബെല്ലയെ അടുത്ത് നമ്മുടെ കെവിൻ പറയുന്നുണ്ട് സങ്കടമായിട്ട്. അപ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, നിനക്ക് മാത്രമല്ല നഷ്ടങ്ങൾ, എനിക്കും വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എങ്ങനെയെങ്കിലും നമ്മൾ 3 പേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതൊക്കെ മറികടക്കാൻ കഴിയും. ആരെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയാൽ എല്ലാവരും തന്നെ കൊടുങ്ങും. അതുകൊണ്ട് അതിബുദ്ധിയൊന്നും നീ കാണിക്കേണ്ട കെവിനെ എന്നൊക്കെ പറഞ്ഞ് ഇസബെല്ല പറയുന്നുണ്ട് കെവിനോടാണെങ്കിലും. അതിനുശേഷം നമ്മുടെ അരുന്ധതി ഋഷിയോട് പറയുന്നുണ്ട്, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഋഷി, ഇതൊന്നും വേണ്ടാന്ന്. ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് നീ കണ്ടല്ലോ. എന്തായാലും നന്ദൻ കാര്യങ്ങൾ സമ്മതിക്കാൻ വേണ്ടി കുറ്റസമ്മതം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും പോലീസ് ഇവിടെ ഒന്നും കൂടെ വരും. എല്ലാ സത്യങ്ങളും അവർ തെളിയിച്ചിട്ടേ അടങ്ങുള്ളൂ. സത്യം ഒരു കാലത്ത് എന്തായാലും പുറത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് മോനെ നിന്നോട് ആദ്യമേ അമ്മ പറഞ്ഞത് ഇതൊക്കെ നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നീ അന്നതൊന്നും കേട്ടില്ല. ഇന്ന് നീ ഇതൊക്കെ കാണുന്നില്ലേ, ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇനിയും വരാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ നമ്മുടെ അരുന്ധതി ഇങ്ങനെ വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഋഷിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, താൻ ചെയ്ത് തെറ്റാണെന്നും ഇനിയിപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെ അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്. അരുന്ധതിയാണെ പറയുന്നുണ്ട്, എനിക്കറിയില്ല, എന്തായാലും നമുക്ക് വഴി നോക്കാം, എന്തെങ്കിലുമൊക്കെ വഴി ഈശ്വരൻ കാണിക്കാതിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അരുന്ധതിയാണെങ്കിൽ ഋഷിയോട്. അതിനുശേഷം നമ്മുടെ നന്ദൻ്റെയും ദേവികയുടെയും കാര്യമാണെങ്കിൽ ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. നീ കാരണമാണ് നന്ദൻ്റെയും ദേവികയുടെ ജീവിതം ഈ അവസ്ഥയിലെത്തിയത്. ഇതെല്ലാം അവരറിയുമ്പോൾ നിന്നെ അവരൊരുപാട് വെറുക്കുകയും ദ്രോഹിക്കുകയും ചെയ്യും. എന്താ ചെയ്യാമെന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ല, എന്തായാലും നമുക്ക് വഴി നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. മറുഭാഗത്താണെങ്കിൽ പ്രഭാവതി തൻ്റെ മകനെ പോലീസിനോ ഒന്നിനും തന്നെ വിട്ടുകൊടുക്കുകയില്ലെന്നും തൻ്റെ മകനെ സ്വന്തമായി രക്ഷിക്കുമെന്നുള്ള ഉറച്ച ഇതിൽ നിൽക്കുകയാണ് പ്രഭാവതി ആണെങ്കിൽ. ഇനി എന്തായിത്തീരുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. ഇനി അടുത്തൊരു എപ്പിസോഡ് നല്ല വമ്പൻ ടിസ്റ്റുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പം മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. ബൈ.